78ാമത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾ ലോകത്ത് സംജാതമാകുമ്പോൾ നമ്മുടെ മുൻഗാമികൾ വാങ്ങിത്തന്ന പൗരത്വമുണ്ടല്ലോ, നമ്മുടെ മുൻഗാമികൾ വാങ്ങിത്തന്ന എല്ലാ സംവിധാനങ്ങളുമുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകർ പോലും പറഞ്ഞില്ലേ, സ്വരാജ് സ്നേഹം ഈമാന്റെ ഭാഗമാ. സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം, സ്വന്തം നാടിനോടുള്ള സ്നേഹം, സ്വന്തം രാജ്യത്തോടുള്ള അഭിമാനം, ഇത് വല്ലാത്ത അനുഗ്രഹമാണെന്ന് മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു. ഗാന്ധിജിയെ പോലെ ഗാന്ധി തന്നെ പറഞ്ഞു, ഇവിടെ ഏറ്റവും നല്ല ഭരണം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ഭരണം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭരണമാണെന്ന് പോലും പ്രഖ്യാപനം നടത്തി. മാത്രമല്ല മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു പറഞ്ഞു പോയി, ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല ബ്രിട്ടീഷുകാരെ, നിങ്ങൾക്ക് നീതിയില്ല ബ്രിട്ടീഷുകാരെ, ഞങ്ങളുടെ രാജ്യമാണ്. മഹാന്മാരായ ഒരുപാട് പേര് രംഗത്ത് വന്നു. പാര്യംകുന്നത്ത് കുന്നഹമ്മദ് ഹാജിയെ പോലെ, തങ്ങളെ പോലെ, മഹാനായ വരയ്ക്കൽ മഹാന്മാരായ ഒരുപാട് സ്വാലിഹീങ്ങളെ പോലെ, മഹാനായ ടിപ്പു സുൽത്താനെ പോലെ. ടിപ്പു സുൽത്താൻ ഇബാദത്തിലും പോരാട്ട വീര്യത്തിൽ അവസാനം ഷഹീദായി രണാങ്കണത്തിൽ വീണ് പോയവരാ. അതുപോലെ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അള്ളാഹുവിന്റെ മഹാന്മാരായി മാറാനുള്ള കാരണമെന്തേ? സ്വന്തം മാതാവ് പറഞ്ഞത് അറിയാമോ? മോനെ മഹാത്മാഗാന്ധി കീ ജയെന്ന് അവസാനം നീ പറയേണ്ടത്, നിന്റെ തൂക്കുകയറിലേക്ക് കയറുമ്പോ മക്കളെ നിങ്ങൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ 78ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ മുൻഗാമികളെ ഒരാളെ പോലും മറക്കാൻ കഴിയില്ല. മതം നോക്കിയില്ല, വർണ്ണം നോക്കിയില്ല, ജാതി നോക്കിയില്ല. മുസൽമാനും ജൈനനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവരും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അതാ സന്ധിയില്ലാ സമരം നടത്തിയ പോരാട്ട വീര്യത്തിന്റെ അമൂല്യമായ ഒന്ന് നമുക്ക് നേടിത്തന്ന നമ്മുടെ മുൻഗാമികളാ. അവരെ നമുക്ക് മറക്കാൻ സാധ്യമല്ല.